കോഴിക്കോടിനെ ഇളക്കിമറിച്ച് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ റോഡ് ഷോ. കോഴിക്കോട് എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.ടി. രമേശിന്റെ പ്രചരണത്തിനായി എത്തിയ അദ്ദേഹം ഇടതു വലതു മുന്നണികൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഇവിടെ ഇടതു വലതു മുന്നണികൾ പോരടിക്കുന്നുവെങ്കിലും ഡൽഹിയിലെത്തുമ്പോൾ അവർ ഒന്നിച്ചാണെന്ന് ജെ.പി. നദ്ദ കുറ്റപ്പെടുത്തി. കോഴിക്കോട് നഗരത്തിൽ ആവേശം വാനോളം ഉയർത്തിയായിരുന്നു ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ റോഡ് ഷോ നടന്നത്. കോഴിക്കോട് മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.ടി. രമേശിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം പകരുന്നതായിരുന്നു റോഡ് ഷോ. അരയിടത്തു പാലം മുതൽ മുതലക്കുളം വരെ നടന്ന റോഡ് ഷോയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ പ്രസംഗം. Now you see on one side there is plutocracy, there is corruption on one side, and very interesting, here they are fighting with each other, and in Delhi they are sitting together. This is their hypocrisy, this is their ideological confusion. Here they fight and in Delhi they vote together. This is their situation. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും അദ്ദേഹം അക്കമിട്ട് നിരത്തി. At the same time, Prime Minister Modi has taken care of women, of youth, the women empowerment, the youth empowerment, the Kisan, the farmers. He has taken care of the marginal section of the society. He has taken care of the women by giving them programs like Ujjwala, Saubhagya, Swachhta Abhiyan. Toilets are being constructed to the tune of 12 crores. There is now no village left in the country where there is open defecation. Everywhere toilets have been made to the tune of 12 crores. 400-ലധികം സീറ്റുകൾ നേടി എൻ.ഡി.എ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അതിൽ ഒരു സീറ്റ് കോഴിക്കോട് നിന്നാകുമെന്ന് സ്ഥാനാർത്ഥി എം.ടി. രമേശ് പറഞ്ഞു. നാം വലിയ പോരാട്ടത്തിലൂടെ തുടക്കം കുറിക്കുകയാണ്. ശ്രീ നഡ്ഡാജിയോട് ഈ വലിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുന്നു, 400 സീറ്റ് പാർലമെന്റിൽ നേടുമ്പോൾ അതിൽ ഒരു സീറ്റ് കോഴിക്കോടായിരിക്കും, ഒരു താമര കോഴിക്കോടായിരിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പു കൊടുക്കുന്നു. ഒരുമിച്ച് പോരാടാം. അതേസമയം റോഡ് ഷോ നടന്ന സമയത്ത് നഗരത്തിലെ തെരുവ് വിളക്കുകൾ അണച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ജനം, കോഴിക്കോട്.